ഞാൻ ജയ റെജി മത്തായി, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സിജിമോൾ ഡെനിയാണ്. അതായത് അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണം ഇവിടെ അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ വീക്കാണ്. അതായത് അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ രജിസ്റ്റേർഡ് നേഴ്സ് വീക്കാണ്, APRN വീക്കാണ്. അപ്പം എന്നോട് പലരും ചോദിച്ചായിരുന്നു ഒരാൾക്ക് എങ്ങനെ ഈ നേഴ്സ് പ്രാക്ടീഷണർ ആകാൻ പറ്റും. അപ്പം ഇന്ന് ഞങ്ങൾ അതേപ്പറ്റിയാണ് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇപ്പം ഇവിടെ അഥവാ നാട്ടിൽ നിന്ന് നഴ്സിംഗ് പഠിച്ച ഒരാൾ നഴ്സിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞു, നഴ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി NCLEX എക്സാം എഴുതി അമേരിക്കയിലെത്തി. എന്നിട്ട് സാധാരണ ഇങ്ങനെ ഒരു അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണോ അതായത് മെയിനായിട്ട് മാസ്റ്റേഴ്സാണ് ചെയ്യുന്നത്. അതായത് ഈ മാസ്റ്റേഴ്സിനകത്ത് പല പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ. മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഉണ്ട്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻ്റ് ഉണ്ട്, റിസർച്ച് ഉണ്ട്. അതുപോലൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ. അപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ആണെങ്കിൽ പോലും ഇവിടുത്തെ എക്സ്പീരിയൻസ് വേണം അല്ലേ, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 2 വർഷത്തെ ഇവിടെ എക്സാം പാസ്സായതിനു ശേഷം 2 വർഷത്തെ എക്സ്പീരിയൻസ്. അത് മോസ്റ്റ് യൂണിവേഴ്സിറ്റീസിന് അങ്ങനെയാണ്. എല്ലാ യൂണിവേഴ്സിറ്റിക്കും നിർബന്ധമില്ല, ഡയറക്റ്റ് പോകുന്ന പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾക്ക് എപ്പോഴും നല്ലത് എക്സ്പീരിയൻസ് എടുത്തിട്ട് അപ്പം ആ സമയത്ത് നമുക്ക് ഈ അമേരിക്കയിലെ ഒരു മെഡിക്കൽ ഫീൽഡിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പം അതുപോലെ തന്നെ അപ്പം നമുക്ക് മനസ്സിലാകും. കാരണം എനിക്ക് നാട്ടിൽ സിജിമോൾ മാസ്റ്റേഴ്സ് എടുത്തതല്ലേ. അതെ. അപ്പം നാട്ടിലെ മാസ്റ്റേഴ്സിന് ഇച്ചിരി വ്യത്യാസമില്ല. കാരണം നമുക്ക് സ്പെഷ്യലൈസ് അവിടെ തന്നെ ചെയ്യാം അല്ലേ. കാർഡിയോളജി, ഗ്യാസ്ട്രോ. കാരണം ഞാൻ ഈയിടെ ഒരു നേഴ്സിനെ പരിചയപ്പെട്ടു. അപ്പം എന്നോട് പറഞ്ഞു മാസ്റ്റേഴ്സ് ഇൻ കാർഡിയോളജി ചെയ്തതാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് അങ്ങനെയില്ല. നമ്മൾ ഒന്നുമില്ലെങ്കിൽ ലീഡർഷിപ്പ് സൈഡിലോട്ട് പോകും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫോർമാറ്റിക്സ്, എഡ്യൂക്കേഷൻ, പിന്നെ നേഴ്സ് പ്രാക്ടീഷണർ ഫീൽഡ്, നേഴ്സ് അനസ്തെറ്റിസ്റ്റും ഉണ്ട്. ഓക്കെ, അങ്ങനെ പോവാണ്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇത് ഇച്ചിരി പ്രയാസമാണ് ഇവൻ നേഴ്സ് പ്രാക്ടീഷണർ ആകുമ്പം. അതായത് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പം സൈക്കാട്രിയിലുണ്ട്, ഫാമിലി ഉണ്ട്, അക്യൂട്ട് കെയർ ഉണ്ട്, വിമൻസ് ഹെൽത്ത് ഉണ്ട്, പിഡിയാട്രിക് ഉണ്ട്, പിന്നെ നിയോനേറ്റലുണ്ട്. അപ്പം ഇങ്ങനെ പലതും ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ പഠിച്ചതിലും വളരെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ നേഴ്സിംഗ് നമുക്ക് ഒത്തിരി ചാൻസസ് ആണ് പഠിക്കുന്ന കാര്യങ്ങൾ അതേപോലെ പുട്ടിറ്റ് ഇൻ പ്രാക്ടീസ്. കാരണം എനിക്ക് ഇപ്പോൾ ഒത്തിരി മാറ്റം വന്ന് കാണും. പക്ഷെ അന്ന് ഞാനൊക്കെ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ബുക്കിൽ പഠിക്കുന്നെങ്കിലും അത് അത്രത്തോളം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവസരം കുറവാണ്. പിന്നെ കൂടുതലും ഡോക്ടേഴ്സ് ഓർഡർ എഴുതും, നമ്മളതങ്ങ് ക്യാരി ഔട്ട് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് നമ്മളാണ് ഫ്ലോർ മാനേജ് ചെയ്യുന്നത്. പേഷ്യന്റ് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അതെ, ഇവിടെ വന്നിട്ടാണ് ഞാനും സ്റ്റെതസ്കോപ്പ് ഇട്ട് നടക്കാൻ തുടങ്ങിയത്. കാരണം നമ്മൾക്ക് നാട്ടിൽ വെച്ച് നമ്മൾ സ്റ്റെതസ്കോപ്പ് ഇട്ട് പേഷ്യൻ്റെ ലങ് സൗണ്ടോ ഹാർട്ട് സൗണ്ടോ ഹാർട്ട് ബീറ്റോ മർമറുണ്ടോ ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ലായിരുന്നു. ശരിയാ, ഇവിടെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അസസ്മെൻറ്റ് ചെയ്യും നേഴ്സസ്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് തന്നെ മനസ്സിലാകുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലോട്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് NCLEX RN എക്സാം കഴിഞ്ഞിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കരിയർ അഡ്വാൻസ്മെൻറ്റിന് ചിന്തിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ പഠിക്കുന്ന ഒരാൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് നാട്ടിൽ നിന്ന് ഒരാൾ വരുവാണ്, അവർക്ക് നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആദ്യം അവർക്ക് പ്രീ റെക്വസിറ്റ്സ് എടുക്കേണ്ടി വരും. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിക്കാൻ തീരുമാനിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിക്ക് പ്രീ റെക്വസിറ്റ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ അവർക്ക് നഴ്സിംഗ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. സോ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോണേ അവിടെ ആദ്യം അന്വേഷിച്ചിട്ട് വേണ്ട പ്രീ റെക്വസിറ്റ്സ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നാട്ടിൽ ഇപ്പോൾ ഡിഗ്രി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ ക്രെഡിഷ്യലിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയൻസ് ഒക്കെ എടുത്ത ഒരാളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, കാരണം നമ്മൾ നേഴ്സിംഗിൽ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ പിന്നെ. അപ്പോൾ ആ ക്രെഡിറ്റ് ഒക്കെ എടുത്താൽ പിന്നെ അതൊന്നും ചെയ്യണ്ട. പിന്നെ ക്രെഡൻഷ്യലിംഗ് പാസ്സാകുവാണെങ്കിൽ ക്രെഡിറ്റ് അവർ അലവ് ചെയ്യുവാണെങ്കിൽ പറ്റും. പഠിച്ചെന്ന് മാത്രമല്ല അവർ അലവ് ചെയ്യണം. അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ്, ഇങ്ങനെയൊക്കെ ഇത്ര അവേഴ്സ്, ഇത്ര മാർക്ക്, ഇതൊക്കെ മീറ്റ് ചെയ്താൽ നമുക്ക് എടുക്കണ്ട. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു നേഴ്സിങ്ങിന് പോവുകയാണെങ്കിൽ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് അനാറ്റമി, ഫിസിയോളജി, ഫണ്ടമെന്റൽ ഓഫ് നഴ്സിംഗ്, ഫാർമക്കോളജി, ന്യൂട്രീഷൻ. അതാണ് ഫസ്റ്റ് ഇയറിൽ സാധാരണ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് ആകുമ്പോഴാണ് നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പഠിക്കുന്നത്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, പിന്നെ സൈക്യാട്രീസ്, അതർ സ്പെഷ്യാലിറ്റീസ്, മൈക്രോബയോളജി, അതെല്ലാം സെക്കൻഡ് ഇയർ. ഗൈനക്കോളജി, പിന്നെ റിസർച്ച് ഉണ്ട്. പിന്നെ മെഡിക്കൽ സർജിക്കലിൻ്റെ പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു.
ഫാർമക്കോളജി നമ്മൾ പറഞ്ഞായിരുന്നല്ലേ? പിന്നെ സോഷ്യോളജി ഉണ്ട്, ഒരു സബ്ജക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോളിനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഞങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു 4 years നഴ്സിംഗ് പഠിക്കും. നഴ്സിംഗ് പഠിക്കുന്നതിന് അപ്രോക്സിമേറ്റ്ലി നമ്മളിപ്പോൾ കോസ്റ്റും അത് പ്രൈവറ്റ് കോളേജിൽ ഡിഫറെൻ്റ് ആണ്, ഗവൺമെൻറ് കോളേജിൽ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഹൈ ഞാൻ നോക്കിയപ്പോൾ ഒരു 200,000 മൊത്തം എല്ലാം കൂടെ കാണുന്നുണ്ട്. അത് പ്രൈവറ്റിൽ ആകുമ്പോൾ ഇത്രയും, പിന്നെ ഗവൺമെൻറ് കോളേജിൽ ഇത്രയും ആകത്തില്ല. 200,000 ഒന്നും വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല അല്ലേ? അല്ല, ചില പ്രൈവറ്റ് കോളേജിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പം റീസെൻ്റ്ലി ഞാൻ നോക്കിയപ്പം ഞാൻ കണ്ടതാണ്. കമ്മ്യൂണിറ്റി കോളേജിൽ ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ വളരെ ചീപ്പാണത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ കമ്മ്യൂണിറ്റി കോളേജിൽ ക്രെഡിറ്റ് എടുത്തിട്ടാണ് ഒത്തിരി പേര് നാട്ടിൽ നിന്ന് വരുന്നവർ പഠിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ക്രെഡിറ്റ് അതായത് സെയിം വാല്യൂ ഉള്ള ക്രെഡിറ്റ് തന്നെയാണ് അത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതാണ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള. അത് നല്ലൊരു കാര്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അടുത്ത കമ്മ്യൂണിറ്റി കോളേജിൽ ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാ കോഴ്സസും വളരെ ചീപ്പാണ്. കാരണം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ പഠിക്കാൻ നോക്കിയതായിരുന്നു. പക്ഷേ അവിടെ അന്നേരം ഇച്ചിരി ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റിലോട്ട് പോയത്. പക്ഷേ അവിടെ എന്നാൽ ഞാൻ നോക്കിയപ്പോൾ ക്രെഡിറ്റ് ഒത്തിരി പൈസ കുറവായിരുന്നു. പിന്നെ വേറൊരു രീതി എന്ന് പറയുന്നത്, കുറച്ച് ഇവിടെ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർ നഴ്സിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർ കമ്മ്യൂണിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റൽ സിസ്റ്റത്തിലോ ചെറിയ ജോലികൾക്ക് കയറും, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് കയറും. അപ്പോൾ അവർക്ക് ട്യൂഷൻ റീഇംബേഴ്സ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, അത് അവരെ ഹെൽപ്പ് ചെയ്യും. സോ അവർ തരുന്ന പൈസ വാങ്ങിച്ചുകൊണ്ട് ട്യൂഷൻ ഫീസ് കൊടുത്ത് ഒരു മേ ബി ഒരു സ്വല്പം ടൈം കൂടെ കൂടുതൽ എടുക്കുമായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ അതൊരു നല്ല ക്രൈറ്റീരിയയാണ്, അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ബെനിഫിറ്റ് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അവർ ഗ്രാജുവേറ്റ് ചെയ്ത ഉടനെ അവർക്ക് ആ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിയും കിട്ടും. സോ വേറെ എക്സാം എഴുതാല്ല, വേറെ ജോലി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. സോ അത് ഞാൻ ഒത്തിരിയുള്ള പിള്ളേർ അങ്ങനെ വർക്ക് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അല്ലാതെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ പിള്ളേർ തന്നെ ഇപ്പം അവർ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അവരൊന്നും ഇല്ലെങ്കിൽ ഫാർമസി ടെക് ആയിട്ടോ അല്ലെങ്കിൽ നേഴ്സ് സൈഡ് ആയിട്ടോ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറും. കാരണം എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്യൂഷൻ റീഇംബേഴ്സ്മെന്റ് കൊടുക്കുന്നത് നേഴ്സസിനാണ്. കാരണം നേഴ്സിംഗ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ആവശ്യമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ നേഴ്സസിന് ഫുൾ റീഎംബേഴ്സ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഒരു നേഴ്സ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആദ്യം ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ജോലിയിൽ കയറി, എന്തെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ നേഴ്സ് അസിസ്റ്റൻ്റ് ആണ് ഏറ്റവും നല്ലത്. കാരണം അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും നേഴ്സിംഗ് ഫീൽഡിൽ എന്താണ് ചെയ്യാൻ പോണത്, നമുക്ക് പറ്റിയ ജോലിയാണ്, നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫാർമസിസ്റ്റൊക്കെ ആണെങ്കിലും നല്ലതാണ്, കാരണം മെഡിസിനെ പറ്റി നമുക്ക് അറിവ് കിട്ടും. പിന്നെ നമുക്ക് ഒരു പൈസയും കൊടുക്കാതെ ഹോസ്പിറ്റലിൽ ഫുള്ള് പൈസ കൊടുത്ത് നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച് ട്യൂഷൻ റീഇംബേഴ്സ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുള്ളൂ. വേറെ എക്സ്പെൻസസ് ഉണ്ടാവും. കാരണം ബുക്സ് വാങ്ങാനായിട്ട്, വേറെ കോഴ്സുകൾ ചെയ്യാനായിട്ട് അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ സൈഡ് ബൈ സൈഡ് വരും. അല്ല, ഞാൻ കേട്ടിടത്തോളം വെറ്ററൻസ് ഹോസ്പിറ്റലൊക്കെ ഫുള്ള് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടെക്സ്റ്റ് ബുക്സിന് കൊടുക്കുമോ? ആ ടെക്സ്റ്റ് ബുക്കിന് കൊടുക്കുമോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇല്ല എനിവേ എന്തായാലും പക്ഷെ ട്യൂഷൻ റീഇംബേഴ്സ്മെന്റിൽ ഒരുവിധം ഫീസ് എല്ലാം കവർ ചെയ്യും. ഫീസ് എല്ലാം കവർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ജോലിയും ഉണ്ടല്ലോ. പിന്നെ പക്ഷേ പല പല പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ പറയുന്നത് വെറ്ററൻസ് ഹോസ്പിറ്റലൊക്കെ ഒന്ന് തിരക്കണമെന്നാണ്. അവിടെ നമ്മളെ ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആയിട്ട് വിടുന്ന പ്രോഗ്രാംസ് ഉണ്ട്. വെറ്ററൻസിൽ കയറണമെങ്കിൽ നമ്മൾ സിറ്റിസൺഷിപ്പ് വേണം. ഏത് ജോലിക്കും നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഉടനെ പറ്റത്തില്ല. സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ വെറ്ററൻസ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ. ശരിയാണ്. അല്ല, ഇവിടെ ഇനി പഠിക്കുന്ന പിള്ളേർക്ക്, ഇവിടെ ജനിച്ചു വളർന്ന് പഠിക്കുന്ന പിള്ളേർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഞാൻ ചിലയിടത്ത് അത് എന്താ കോഴ്സാണെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ളവർ നിങ്ങൾ വെറ്ററൻസ് ഹോസ്പിറ്റലിൽ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവിടെ ഫുൾ ഫീസ് തന്നിട്ട് നമ്മൾ ഹോളിഡേയ്സിലോ വീക്കെൻഡിലോ വല്ല ഇടയ്ക്കൊന്നും വന്ന് ജോലി ചെയ്യുന്ന അങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ RL ലൈസൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ഓർക്കണം, പഠിത്തം അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമുക്ക് അസൈൻമെൻ്റ് എഴുത്തുണ്ട്, പിന്നെ നമുക്ക് എക്സാംസ് ഉണ്ട് എപ്പോഴും, പിന്നെ അതെല്ലാം ക്ലിനിക്കൽസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കുന്ന പറയുന്നത് ഈസി അല്ല. നമ്മൾ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അനാറ്റമി, ഫിസിയോളജി, പാത്തോഫിസിയോളജി, മെഡിസിൻ, ഫാർമക്കോളജി, ഇതെല്ലാം വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കുന്നതോടൊപ്പം നമുക്ക് എക്സാമും ഉണ്ട്. അപ്പം നമ്മളെ ഇൻഡയറക്റ്റ്ലി നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഇവിടെ പഠിച്ചിറക്കുന്ന പിള്ളേർക്ക് എക്സാം അത്ര പ്രയാസമായിട്ട് തോന്നുന്നില്ല, ഇവിടുത്തെ ബോർഡ് എക്സാം. കാരണം അവരെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം നേഴ്സായിട്ട് പഠിച്ചു, പിന്നെ ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും?
അത് കഴിഞ്ഞ് ജോലി ചെയ്യും. ജോലി കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഐഡിയലി 2 വർഷം വർക്ക് ചെയ്യുക, ബെഡ് സൈഡിൽ വർക്ക് ചെയ്യുക. അത് ഏത് മെഡ് സർജറി ആയിക്കോട്ടെ, ICUലായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വിമൻസ് ഹെൽത്തിലായിക്കോട്ടെ. അപ്പോൾ നമുക്കൊരുവിധ ഐഡിയ കിട്ടും. കാരണം പേഷ്യൻസിന് എന്തൊക്കെയാണ് പ്രോബ്ലം, എന്താണ് നമ്മളെ റിയൽ ലൈഫ് ചലഞ്ചസ് വരാൻ പോകുന്നത്, അതേക്കുറിച്ചൊരു ഐഡിയ കിട്ടും. പിന്നെ കോമൺ മെഡിക്കേഷൻസ്, കോമൺ പ്രൊസീജിയേഴ്സ്, അതെല്ലാമായിട്ട് നമ്മൾ ഫെമിലറൈസ് ചെയ്യും, നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതിന് പിന്നീട് ചൂസ് ചെയ്യുക, നമുക്ക് ഏതിനോടാണ് പാഷൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നേഴ്സിംഗ് ഫീൽഡിനെ പറ്റി പറയുമ്പം ഏതെല്ലാം, കാരണം മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള മെഡ് സർജറി ഉണ്ട്, പിന്നെ ഒരാൾക്ക് സാധാരണ ചൂസ് ചെയ്യുന്നത് നിയോനാറ്റോളജി, നിക്യൂല് വർക്ക് ചെയ്യുന്നവരുണ്ട്. അത് നിയോനാറ്റോളജിയിൽ സ്പെഷ്യാലിറ്റി ഉള്ളതാണ് നഴ്സിങ്ങിന്. പിന്നെ സൈക്യാട്രി സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. പിന്നെ വിമൻസ് ഹെൽത്ത്, പിന്നെ ഫാമിലി നേഴ്സ് പ്രാക്ടീഷണർ. സോ അത് ഫാമിലി നേഴ്സ് പ്രാക്ടീഷണർ അല്ല, ഇപ്പം നേഴ്സായിട്ട് ജോലി ചെയ്യുക. നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പം നമുക്ക് മെഡിക്കൽ ഫ്ലോറിൽ വർക്ക് ചെയ്യാം. മെഡ് സർജറി വർക്ക് ചെയ്യുന്നവരാണ് പൊതുവെ ഫാമിലി നേഴ്സ് പ്രാക്ടീഷണറിലേക്ക് പോകുന്നത്. അതായത് അപ്പം നമ്മുടെ മെഡ് സർജറി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഫാമിലി നേഴ്സ് പ്രാക്ടീഷണർ ആകാനായിട്ട് താല്പര്യമെങ്കിൽ മെഡ് സർജറി നോക്കുക. പിന്നെ പീഡിയാട്രിക് ആണെങ്കിൽ പീഡിയാട്രിക്സിൽ പോകാം. നിയോനാറ്റോളജി വർക്ക് ചെയ്യുന്നവർക്ക് നിയോനാറ്റോളജി പോകാം. പിന്നെ ICUയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഫീൽഡാണ് അക്യൂട്ട് കെയർ നഴ്സ് പ്രാക്ടീഷണർ. സോ അക്യൂട്ട് കെയർ നഴ്സ് പ്രാക്ടീഷണർ ജസ്റ്റ് ലൈക്ക് എ ICU ഡോക്ടർ. കാരണം അവർക്ക് ഇൻറ്റുബേറ്റ് ചെയ്യണം, എമർജൻസി മാനേജ് ചെയ്യണം, ഡ്രഗ്സ് ഉണ്ടാവും, ഇൻറ്റൻസീവ് കാർഡിയാക് ഡ്രിപ്സ് എല്ലാം, അത് വെന്റിലേറ്റർ, അതെല്ലാം അവരാണ് മാനേജ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ റിയലി ഇൻറ്റൻസ് പ്രോഗ്രാം, ബട്ട് വെരി കേപ്പബിൾ. അങ്ങനെ ICU വർക്ക് ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ICUയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ CRNA, നേഴ്സ് അനസ്തറ്റിസ്റ്റിന് പോലെ. ഓക്കെ, അതായത് ഇപ്പം നമ്മൾക്ക് 2 വർഷത്തെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എന്താണ് ഇനി എൻ്റെ ഫ്യൂച്ചർ. കാരണം നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വളരെ വളരെ ലെവലിൽ, അതായത് നിനക്കൊരു ഡോക്ടർ ആകാനായിട്ടായിരുന്നു ആഗ്രഹം, നടന്നില്ല, പിന്നെയും അസുഖത്തെ പറ്റിയും ട്രീറ്റ്മെൻ്റ് ആണ് ഇഷ്ടമെങ്കിൽ നഴ്സ് പ്രാക്ടീഷണർ ആകാം. ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് ഇഷ്ടമെങ്കിൽ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റിൽ നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കാം. പിന്നെ കൂടുതലും ഇങ്ങനെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളിൽ പോകാം. പിന്നെ ശരിയാണ്, നിനക്കൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒക്കെ ആകാനായിരുന്നു ആഗ്രഹം, പക്ഷെ ബൈ ചാൻസിൽ നേഴ്സിംഗിൽ എത്തപ്പെട്ടു. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി, നേഴ്സിംഗ് ഇൻഫർമാറ്റിക്സ് ഉണ്ട്, അതിനകത്ത് നമുക്ക് പോകാൻ പറ്റും. പിന്നെ സൈക്കാട്രിയാണ് ഇഷ്ടമെങ്കിൽ സൈക്കാട്രി നേഴ്സ് പ്രാക്ടീഷണർ ആകാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഈ ആൾക്കാരെ മയക്കിക്കെടുത്തുന്നതാണ് ഇഷ്ടമെങ്കിൽ, കാരണം എനിക്ക് പേഷ്യൻ്റ് ഉണർന്നിരിക്കുമ്പോൾ അവരുമായിട്ട് അധികം ഒന്നും ഡീല് ചെയ്യണ്ട, എന്നാൽ എനിക്ക് രോഗികളെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇച്ചിരിയും കൂടെ പൈസ, നേഴ്സിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതും ആണ് നേഴ്സ് അനസ്തറ്റിസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്, പക്ഷേ പഠിത്തം വളരെ ഒട്ടും ഈസിയുള്ള കാര്യമല്ല. അത് ഫുൾ ടൈമായിട്ട് നമുക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഫുൾ ടൈമായിട്ട് നമുക്ക് പോയി പഠിക്കേണ്ട ഒരു ജോബാണ്. അഡ്മിഷനും ഈസി അല്ല, അഡ്മിഷൻ വളരെ ടഫാണ്. കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഫുൾ ടൈം 2 വർഷം 2.5 വർഷം പഠിക്കണം. അതിപ്പം DNB പ്രോഗ്രാമാണ് ആണല്ലേ. വെരി റിവാർഡിങ്. അതേപ്പറ്റി വിശദമായിട്ട് പിന്നെ പറയുന്നതായിരിക്കും. പക്ഷേ ഇന്ന് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ എന്ന് പറയാൻ പോകുന്നത്, ഞാൻ സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറാണ്. അപ്പം ഞാൻ എങ്ങനെ സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായി. അപ്പം ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ചെറിയ കഥകളൊക്കെ, ഞാൻ നേഴ്സിങ്ങിൽ എത്തപ്പെട്ടതും പിന്നെ അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെത്തിയതും ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കിതുപോലെ ഞാൻ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം എന്തിൽ രോഗവും മരുന്നുകളൊക്കെ ഇഷ്ടമാണ്, അത് പഠിക്കാൻ ഇഷ്ടമാണ്, അസുഖത്തെ പറ്റി പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, കാരണം നാട്ടിൽ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പം ഡോക്ടറാകുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല, എൻ്റെ കഴിവിന് പറ്റുന്നതല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഡോക്ടേഴ്സിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതും വേറെ ഒന്നും കൊണ്ടല്ല, നാട്ടിലെ ഉണ്ടല്ലോ നമ്മൾ ഡോക്ടറിൻ്റെ പുറകെ ഇങ്ങനെ ചാട്ടൊക്കെ എടുത്ത് ഞാൻ ഓർത്ത് പിന്നെയും നമ്മൾ ഒരാൾക്ക് അടിമപ്പെട്ടു പോകുന്ന അങ്ങനെ ഒരു ഫീൽ എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. നല്ലതല്ല, അത് നല്ലതല്ല എന്നങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ലീഡർഷിപ്പിൽ പോയത്. എനിക്ക് ഇച്ചിരി പഠിക്കാനൊക്കെ ഇഷ്ടം. ഇങ്ങനെ ലീഡർഷിപ്പ് നോക്കിയപ്പോൾ ഇല്ല, പറ്റത്തില്ല. പിന്നെ എനിക്ക് എഡ്യൂക്കേഷൻ അന്നും ഇന്നും ഇഷ്ടമാണ്. ഞാൻ എഡ്യൂക്കേഷനിൽ ചെന്നപ്പോഴാണ്, അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ സൈക്കാട്രി നേഴ്സ് പ്രാക്ടീഷണർ ആകാൻ പോവുകയാണ്. അപ്പോൾ പണ്ട് മുതലേ എനിക്ക് സൈക്കാട്രി ഇഷ്ടമായിരുന്നു. കാരണം ആൾക്കാരോട് സംസാരിക്കുന്നതും അവർ പറയുന്നത് കേൾക്കുന്നതും പിന്നെ ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതും ഇഷ്ടമായെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ
സൈക്കാട്രിക്ക് പോകാമെന്ന്. അപ്പം ഞാൻ സൈക്കാട്രിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നാട്ടിൽ നിന്ന് ഡിപ്ലോമ ആയിട്ടാണല്ലോ വരുന്നത്. എനിക്ക് ഡിപ്ലോമ ഇൻ നഴ്സിംഗേ ഉള്ളായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ എൻ്റെ പാറ്റ്നയിൽ ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പം സൈക്കാട്രി ഞാൻ പഠിച്ചിട്ടില്ല, സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചിട്ടില്ല. അപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി നമുക്ക് CGFNS എക്സാം എഴുതണമെങ്കിൽ സൈക്കാട്രി പഠിക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ പൈൻകുളത്ത് പോയി 3 മാസം സൈക്കാട്രി പഠിച്ചു. അപ്പോഴാണ് എനിക്ക് സൈക്കാട്രിയോട് കുറച്ചും കൂടി ഇഷ്ടം വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ BSN എടുത്തു ആദ്യം. അപ്പോൾ BSN എടുത്തതും ഞാൻ പഠിച്ച കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് പണ്ടേ കണക്ക് ഭയങ്കര പ്രയാസമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത കോളേജ് ചൂസ് ചെയ്താണ് ഞാൻ എടുത്തത്. കാരണം അന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് നേഴ്സ് പ്രാക്ടീഷണർ ആവണമെന്ന്. അപ്പം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്ത കോളേജ് ചൂസ് ചെയ്താണ്. അത് കോളേജിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. അങ്ങനെയാണ് ഞാൻ BSc എടുത്തത്. BSc എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്നപോലെ എന്നാൽ പിന്നെ നേഴ്സ് പ്രാക്ടീഷണറായ എന്താണെന്ന് ഞാനും ഇതുപോലെ ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. പിന്നെ ഇതുപോലെ തന്നെ GRE എക്സാം എഴുതി. കാരണം എനിക്ക് GRE എഴുതണമായിരുന്നു. അതായത് അതൊരു ഇംഗ്ലീഷ് മാത്ത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ്. അപ്പോൾ ആ GRE പഠിച്ചതൊക്കെ ഭയങ്കര രസമാണ്. അറിയാമോ GREക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ? എനിക്ക് ചെയ്യേണ്ടി വന്നിട്ട് അറിയില്ല. എന്നാൽ കൂടുതലും എല്ലാവരും ബുക്കുണ്ട്, പിന്നെ ഖാൻ അക്കാഡമിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന ഞാൻ കുറേ ഖാൻ അക്കാഡമി ഉപയോഗിച്ചു. നമ്മുടെ Quizlet.com ഇതൊക്കെ ഞാൻ കുറേ ഉപയോഗിച്ചു. എനിവേ എനിക്ക് ഇപ്പോഴും ഓൾജിബ്ര ഒന്നും എൻ്റെ തലയ്ക്ക് മനസ്സിലാവത്തില്ല. ഞാൻ എന്താണോ കുറേയൊക്കെ ചെയ്തു. കാണാതെ പഠിക്കാൻ പറ്റുന്ന സാധനമല്ല മാത്തമാറ്റിക്സ്. ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ മാത്തമാറ്റിക്സ് ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ കുറേ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം ഒക്കെ, ഫോർമുലയൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി. പക്ഷെ റിയൽ എക്സാമിന് അങ്ങോട്ട് ചെന്നിരുന്നപ്പം സമയം ശൂ എന്ന് പോകുന്നു. ഞാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ വേണ്ട സമയം പോയി. പിന്നെ അവസാനം ഞാൻ കറക്കി കുത്തി. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ കഷ്ടപ്പാട് ദൈവം കണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഖാൻ അക്കാഡമി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത്. കാരണം ഞാൻ ഇതിനു മുമ്പൊന്നും എത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, കണക്കൊരിക്കലും പഠിച്ചിട്ടില്ല. അപ്പോൾ അതായിരിക്കും എൻ്റെ സ്കോർ വന്നപ്പോൾ എനിക്ക് എൻജിനീയറിംഗ് ലെവലിലുള്ളതുണ്ടായിരുന്നു. ഭാഗ്യം എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അപ്പം ഞാൻ നമ്മുടെ ഇവിടെ ടെക്സസിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, സ്റ്റേറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നോക്കിയപ്പം അവർക്ക് ഇതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിരുന്നു. അതായത് കംപ്ലീറ്റ് ഓൺലൈൻ ഇല്ല. അപ്പം ഞാൻ അന്ന് ഫുൾ ടൈം ജോലി ചെയ്യുവാണ്. അപ്പോൾ ഫുൾ ടൈം ജോലിയോടുകൂടി എനിക്ക് ഇങ്ങനെ ഓൺ ക്യാമ്പസിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല. അന്നൊന്നും ഞാൻ അത്ര വണ്ടിയും ഓടിക്കത്തില്ല. കാരണം ഇത് ക്യാമ്പസ് അന്ന് ഡൗൺ ടൗണില്ല, ദൂരമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ ചെറുതാണ്, പിന്നെ ഹസ്ബൻഡ് ജോലി. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ എന്നെ കൊണ്ടുവിടാനും എടുക്കാനും പുള്ളിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ഓർത്ത് എല്ലാം വിചാരിച്ച് നമുക്ക് ജോലി എന്തായാലും പാർട്ട് ടൈം ആകാൻ പറ്റത്തില്ല, ജോലി ചെയ്യണം, അതിനോടൊപ്പം പഠിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ കോളേജ് നോക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ ദുബായ് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയാണ് ഞാൻ വാൾഡൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ സൈക്ക് NB പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ ആക്ച്വലി അതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ തന്നെ എഡ്യൂക്കേഷൻ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതായത് ഞാൻ പറയാൻ കാരണം, നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുമ്പം ആദ്യത്തെ 1 ഇയർ നമ്മൾ എല്ലാവരും ഒരേ കാര്യങ്ങളല്ലേ പഠിക്കുന്നത് അല്ലേ? അതായത് അതെന്തൊക്കെയായിരുന്നു നമുക്ക് അനാറ്റമി അഡ്വാൻസ് അല്ല നമ്മൾ ആദ്യം പഠിക്കുമ്പം ഇതല്ലായിരുന്നു നഴ്സിംഗ് തിയറി, പിന്നെ ലീഡർഷിപ്പ് മാനേജ്മെൻറ്റിനെ പറ്റി, പിന്നെ നമ്മൾക്ക് റിസർച്ച്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള, അതായത് എല്ലാ മാസ്റ്റേഴ്സിനും കോർ കോഴ്സസ് എല്ലാം സെയിം ആണ് ആദ്യത്തെ ഒരു വർഷം. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു വർഷം ഏത് യൂണിവേഴ്സിറ്റി പോയാലും ഇപ്പം ഡിസൈഡ് ചെയ്തില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ സ്റ്റാർട്ട് ഇറ്റ്. അത് കോർ കോഴ്സസ് നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ആദ്യം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെയല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗ്രാൻഡ് കെനിയൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഗ്രാൻഡ് കെനിയൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റിനാണ് സ്റ്റാർട്ട് ചെയ്തത്. എഡ്യൂക്കേഷനാണ് ഇച്ചിരി നല്ലതെന്ന്. അങ്ങനെയാണ് ഞാൻ വാൾഡൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി എഡ്യൂക്കേഷന് ജോയിൻ ചെയ്ത്. അപ്പം എഡ്യൂക്കേഷന് ജോയിൻ ചെയ്തപ്പോഴത്തേക്കാണ് അപ്പം ഞാൻ ഓർത്ത് എന്തായാലും അപ്പം എനിക്കൊരു സ്കോളർഷിപ്പിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളിൽ നിന്നും അതുപോലെ ഞാൻ മെൻ്റൽ ഹെൽത്ത് യൂണിറ്റിൽ ആ സമയത്താണ് ജോയിൻ ചെയ്യുന്നത് ജോലിക്ക്.
അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത എൻ്റെ മാനേജരും അവരെല്ലാവരും കൂടെ പറഞ്ഞ് നീ നല്ലൊരു ബെസ്റ്റ് കാൻഡിഡേറ്റാണ് സൈക്ക് നേഴ്സ് പ്രാക്ടീഷണർ, നിനക്ക് ലീഡർഷിപ്പ് മാനേജ്മെൻറ്റിനേക്കാൾ നല്ലത് നേഴ്സ് പ്രാക്ടീഷണറാണെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പണ്ടേ അസുഖത്തെപ്പറ്റി പഠിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരോട് പറഞ്ഞപ്പോൾ അതൊരു ബൂസ്റ്റായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാം കൂടെ ഫ്രണ്ടിനെ കിട്ടി ഞാൻ വാൾഡൻ യൂണിവേഴ്സിറ്റിയിലോട്ട് സൈക്ക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ജോയിൻ ചെയ്ത്. അപ്പം ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ അന്ന് ഞാൻ നേരത്തെ എടുത്ത ഗ്രാൻഡ് കനീഡിലെ ക്രെഡിറ്റ് എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത്. പിന്നെ എന്തോ കുറച്ച് ഉള്ളായിരുന്നു, എന്തൊക്കെയോ കുറച്ച് ഞാൻ എടുത്തായിരുന്നു. കാരണം അവർക്കില്ലാത്ത പല കാര്യങ്ങളും മെയിനായിട്ട്. പിന്നെ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഗ്രാൻഡ് കനീനിൽ എടുത്തത്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ പറ്റത്തില്ല. ഞാനിവിടെ കമ്മ്യൂണിറ്റി കോളേജിൽ പോയി അവിടുത്തെ എക്സാം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തലകറങ്ങി. പിന്നെ ഞാൻ എവിടെയാണ് പല കോളേജിൽ ഞാൻ നോക്കി. പിന്നെ അവസാനം ഞാൻ വാൾഡനിൽ പോയി എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ചേ ഉള്ള അടക്കത്തുള്ളതെന്ന് പറഞ്ഞാൽ അത് പഠിച്ചു. വളരെ പ്രയാസമായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക്, പക്ഷേ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ സൈക്കാട്രിക് NB ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ പിന്നെയും നമ്മൾ ആദ്യത്തെ വർഷം ഏത് നേഴ്സ് പ്രാക്ടീഷണർ ആണെങ്കിലും നമ്മളെല്ലാവരും പഠിക്കേണ്ടത് അഡ്വാൻസ് ഫാർമക്കോളജി, അസസ്മെൻറ്റ്, അഡ്വാൻസ് പാത്തോഫിസിയോളജി, ഇതെല്ലാം നമ്മൾ ബേസിക് എല്ലാവരും. അതുകൊണ്ട് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് പോകുന്ന ഒരാൾക്ക് ഒരുവിധപ്പെട്ട എല്ലാവരും ആദ്യത്തെ 1-2 വർഷങ്ങളിൽ പഠിക്കുന്നത് എല്ലാം സെയിം ആണ്. കാരണം നമ്മളെ ഏത് കേസ് വന്നാലും ഇപ്പം ഹ്യൂമൻ ബോഡിയാണ് അല്ലേ, കണ്ണ് മാത്രമേ കാണത്തുള്ളൂ, പല്ല് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ലങ്സ്, അങ്ങനെയല്ല. ഒരു എസ്പെഷ്യലി ഹോൾ ബോഡി, എസ്പെഷ്യലി സൈക്കാട്രിയിലും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയറിലാണ് നമ്മൾ ഏതാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് അതിനോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ലാസ്റ്റ് ഇയറിലേക്ക് നമ്മൾ പോകുന്നെങ്കിൽ നമുക്കതിന് മുമ്പ് ഡിസൈഡ് ചെയ്യണം. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഡിസൈഡ് ചെയ്യണം. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, സൈക്ക് NB പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ സെക്കൻഡ് ഇയറിൽ തന്നെ ഡിസൈഡ് ചെയ്യും. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം, നമ്മൾ അഡ്വാൻസ് പാത്തോഫിസിയോളജിയും അഡ്വാൻസ് ഫാർമക്കോളജിയും പഠിക്കുന്നുണ്ടെങ്കിലും ഫാമിലി അക്യൂട്ട് നിങ്ങൾ പഠിക്കുന്ന ഞങ്ങൾ അത്രയും പഠിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ. കാരണം ഞാൻ നിങ്ങളുടെ കരിക്കുലവും ബുക്സും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിമൻസ് ഹെൽത്ത് ആകുമ്പോൾ അതിൽ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സൈക്ക് റിലേറ്റഡ് ഡിസീസാണ്. മറ്റേത് നമ്മൾ ഒരു അഡ്വാൻസ് ഹ്യൂമൻ ബോഡിയും മെഡിസിനും ഒക്കെ നമ്മൾ പഠിക്കും, കേസസ് ഒക്കെ പഠിക്കും. പക്ഷേ നമ്മൾക്കത് അത്രയ്ക്ക് വി ആർ നോട്ട് പുട്ടിങ് ഇറ്റ് ഇൻ പ്രാക്ടീസ്. അതിപ്പോൾ ഞങ്ങളുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് അല്ല. അപ്പോൾ ഞങ്ങളുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് സൈക്കാട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി ആദ്യത്തെ 1 വർഷം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതായത് ആദ്യം തന്നെ നേഴ്സ് പ്രാക്ടീഷണറാണോ എന്താണ് മാസ്റ്റേഴ്സ് എന്ന് ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ് പാത്തോഫിസിയോളജി ഒക്കെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതിലാണ് സ്പെഷ്യലൈസ്, അക്യൂട്ട് കെയർ വേണോ, അത് നമുക്കിപ്പം ഗ്യാസ്ട്രോഎൻട്രോളജി, കാർഡിയാക്ക് അതൊക്കെ കുഴപ്പമില്ല. ഫാമിലി വേണോ, അക്യൂട്ട് വേണോ, പീഡിയാട്രിക് വേണോ, സൈക്കാട്രി വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്നേരം ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അന്നേരം പിന്നെ നമ്മൾ സൈക്കാട്രിയിൽ, അപ്പം ഞാൻ സൈക്കാട്രിയെ പറ്റി പറയുമ്പം പിന്നെ ഞാൻ പഠിക്കുന്നത് മൊത്തം സൈക്കാട്രി റിലേറ്റഡ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അതായത് സൈക്കാട്രി, അഡ്വാൻസ് പാത്തോഫിസിയോളജി, അഡ്വാൻസ് ഫാർമക്കോളജി, പിന്നെ അതുപോലെ തന്നെ അസസ്മെൻറ്റ്. പിന്നെ ഞങ്ങളുടെ മറ്റൊരു കാര്യമാണ് തെറാപ്പി, സൈക്കോതെറാപ്പി. ഞങ്ങൾ സൈക്കോതെറാപ്പിക്കും സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നു, സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം പറയുമ്പം പഠിച്ചു അതിനോടൊപ്പം തന്നെ ക്ലിനിക്കൽസും ഉണ്ട്. അതായത് ഒരു 500 to 800 അവേഴ്സ് ക്ലിനിക്കൽസ് ഉണ്ട്. ഈ ക്ലിനിക്കൽസിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ പീഡിയാട്രിക്കിൻ്റെ സൈക്കാട്രി ഡിസീസ് പീഡിയാട്രിക്സിൻ്റെ ഉണ്ട്, പിന്നെ അഡൾട്ടിൻ്റെ ഉണ്ട്, ജിറിയാട്രിക് ഉണ്ട്. ഇത് 3നും നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്ത് പഠിച്ച് ക്ലിനിക്കൽസും ഉണ്ട്. അതുപോലെ തന്നെ തെറാപ്പി വരുമ്പോഴും സൈക്കോതെറാപ്പി, ഇൻഡിവിജ്വൽ സൈക്കോതെറാപ്പി ഉണ്ട്, ഫാമിലി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണോ അഡ്വാൻസ് ചെയ്യുന്നത് അതനുസരിച്ച് ജെറിയാട്രിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ തെറാപ്പിക്ക്, അതായത് നമ്മൾ ഇവിടെ സൈക്കാട്രിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സൈക്കാട്രിക് ഡിസീസ് ട്രീറ്റ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ആൻഡ് തെറാപ്പി. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സെയിം തന്നെ നമ്മൾ ബോർഡ് എക്സാം എഴുതണം. ക്ലിനിക്കൽസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ ഫോളോ ചെയ്യുകയാണോ ചെയ്യണേ? തെറാപ്പി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അല്ല, ഞാൻ സൈക്കോളജിസ്റ്റിനെ, അതായത് സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് സൈക്കാട്രിക് മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളാണ്. പക്ഷേ സൈക്കാട്രിസ്റ്റിന് തെറാപ്പി കൊടുക്കാമോ? കൊടുക്കാം.
പക്ഷേ സൈക്കാട്രിസ്റ്റ് തെറാപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതലായിട്ടും സൈക്കോ തെറാപ്പിക്ക് ഫോളോ ചെയ്യുന്നത് സൈക്കോളജിസ്റ്റിനെയാണ്. എന്നാൽ PhD സൈക്കോളജിയിലെടുത്തവർ അവരാണ് കൂടുതലായിട്ട് തെറാപ്പി കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ സൈക്കാട്രിസ്റ്റിന് മെഡിസിനും പ്രിസ്ക്രൈബ് ചെയ്യാം, തെറാപ്പിയും കൊടുക്കാം. ഒരു സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറിനും മെഡിസിനും പ്രിസ്ക്രൈബ് ചെയ്യാം, തെറാപ്പിയും കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, ക്ലിനിക്കൽസിൽ ഏറ്റവും ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം, സൈക്കാട്രിക് പേഷ്യൻസ് മിക്കവാറും നമ്മളെ ഒരാളെ നമ്മളിപ്പം നമ്മൾ ക്ലിനിക്കൽസ് ചെയ്യുമ്പോൾ നമ്മളൊരാളെ ഷാഡോ ചെയ്യുവാണല്ലോ. സൈക്കാട്രിയിൽ മിക്ക പേഷ്യൻസും നമ്മളെ അലോ ചെയ്യത്തില്ല. അതാണ് എസ്പെഷ്യലി സൈക്കാട്രിസ്റ്റ് മെഡിക്കേഷന് വലിയ കുഴപ്പമില്ല, സൈക്കോ തെറാപ്പിയിൽ വളരെ പ്രയാസമാണ്. ഞാൻ പല കേസുകളും ചെയ്തെങ്കിലും പേഷ്യൻസ് റെയർ ആയിട്ടേ ഉള്ളൂ എന്നെ അവരുടെ ഒപ്പം ഇരുന്ന് ആ തെറാപ്പിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഇൻടേക്കിനൊക്കെ അവർ സമ്മതിക്കും, പക്ഷേ അത് കഴിഞ്ഞാൽ റിയൽ തെറാപ്പി വരുമ്പം, അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കാണെങ്കിലും തെറാപ്പി എന്ന് പറയുമ്പം എനിക്ക് തോന്നുമ്പോൾ അതിലൊരു സ്പെഷ്യൽ സർട്ടിഫിക്കേഷനും കൂടെ എടുത്താലേ ഉള്ളൂ ആ തെറാപ്പി വേണ്ട വിധം ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആകുകയുള്ളത്. കാരണം എൻ്റെ ഒരു ഇതിൽ ഏത് നേഴ്സ് പ്രാക്ടീഷനും പഠിച്ചിറങ്ങുമ്പം ഇവർക്ക് മെഡിസിൻ പ്രിസ്ക്രിപ്ഷനും തെറാപ്പിക്കും അവർ എലിജിബിളാണ്. പിന്നെ നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഒരാൾ നേഴ്സ് പ്രാക്ടീഷണറായിട്ട് പഠിച്ചിറങ്ങി എന്ന് വിചാരിച്ച് നമ്മൾ കേപ്പബിൾ അല്ല. നമ്മൾ ഓരോ ദിവസം, എനിക്ക് തോന്നുന്നത് പാസ്സായി കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചത്. കാരണം നമ്മൾ നേഴ്സ് പ്രാക്ടീഷണർ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ അതും ഇതും ഒത്തിരി പഠിക്കുന്നുണ്ട്. അതായത് നേഴ്സിംഗ് തിയറി എല്ലാം നമ്മൾ വി ആർ നോട്ട് പുട്ടിങ് ഇറ്റ് ഇൻ പ്രാക്ടീസ് ഇൻ ഡെയിലി ലൈഫിൽ. പക്ഷേ നമ്മുടെ റിയൽ കേസും ഡയഗ്നോസും ട്രീറ്റ്മെൻറ്റും വരുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ അറിയുന്ന, ഇത് പോരാ, എൻ്റെ അറിവ് പോരാ, ഇനിയും പഠിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാണ് ഞാൻ കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞാൻ സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ക്ലിനിക്കൽസിന് പോകുമ്പോൾ കണക്ഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ അടുക്കൽ തന്നെ ക്ലിനിക്കൽസ് ചെയ്യാതെ പലരുടെ അടുക്കലും. കാരണം ഇപ്പം ആക്ച്വലി നേഴ്സ് പ്രാക്ടീഷണർ ഒത്തിരി സാച്ചുറേറ്റഡ് ആയി. ജോലി കിട്ടാനായിട്ട് പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഓപ്പണിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നമ്മൾ ക്ലിനിക്കൽസിന് പോകുമ്പം ആ നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്ലിനിക്കൽസ് ചെയ്ത ഡോക്ടർ തന്നെ എന്നെ ഹയർ ചെയ്യുമായിരുന്നു. അപ്പം അന്ന് ക്ലിനിക്കൽസിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പലയിടത്തും, ഒരു സ്ഥലത്തല്ല ക്ലിനിക്കൽസ് ചെയ്ത്, ഞാൻ പല സ്ഥലത്തും ക്ലിനിക്കൽസ് ചെയ്ത് അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായി ആയിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ മരുന്നുകളും പുതിയ ഡയഗ്നോസുകളും വരുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ ഫീൽഡ്. പഠിത്തം ഒരിക്കലും അവസാനിക്കത്തില്ല. പിന്നെ ഇഫ് യു ആർ കമ്മിറ്റഡ് ടു സ്റ്റഡി, അതെ, നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫീൽഡാണിത്. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, നമ്മുടെ ബോർഡ് എക്സാം, സൈക്കാട്രിയിലെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് ANCC, അതായത് നിങ്ങൾക്ക് 2 ANCC അല്ലെങ്കിൽ ANP എഴുതാം. ഞങ്ങൾക്ക് ANCC മാത്രമേ ഉള്ളൂ. അതാണ് സൈക്കാട്രിയിലുള്ള എക്സാം. അപ്പം സൈക്കാട്രിയിൽ ബോർഡ് പഠിച്ചു കഴിഞ്ഞിട്ട്, അതായത് പക്ഷെ പഠിക്കുമ്പോഴും നമുക്ക് എപ്പോഴും എക്സാം ഉണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ആഴ്ചയിലും നമുക്ക് ക്യൂസ് ഉണ്ട്, എക്സാം ഉണ്ട്, അസൈൻമെൻറ്റ് എഴുതണം, പിന്നെ പ്രസൻറ്റേഷനുണ്ട്. അങ്ങനെ നമ്മൾ ഭയങ്കര ബിസിയാണ്. അതായത് ഒരു 3 വർഷം കൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മുടെ നേഴ്സിംഗ് എക്സ്പീരിയൻസ് എല്ലാം കൗണ്ടബിളാണ്, ക്ലിനിക്കൽസ് എല്ലാം കൗണ്ടബിളാണ്. പക്ഷെ അതുപോലെ നമ്മൾ പഠിച്ചിറങ്ങുമ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, അയ്യോ ഞാനൊരു നേഴ്സ് പ്രാക്ടീഷണറാണ് അതുകൊണ്ട് എൻ്റെ ഡയഗ്നോസിസ് ഇങ്ങനെയായിപ്പോയി, എൻ്റെ മരുന്ന് അങ്ങനെയല്ല. ഈക്വൽ ടു ഡോക്ടർ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ പേഷ്യൻസ് നമ്മളെന്ന് ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ 3 വർഷം കൊണ്ട് ഇതെല്ലാം പഠിച്ച്, അപ്പോൾ അത്രയ്ക്ക് ഹെക്റ്റിക്കാണ്, ഒരു കോംപ്രമൈസും ഇല്ല. പഠിക്കണം, എക്സാം ഉണ്ട്, ഇതെല്ലാം പാസ്സാകണം, എന്നാലേ ഉള്ളൂ നമ്മൾ ബോർഡ് എക്സാം എഴുതാനായിട്ട് എലിജിബിൾ ആകത്തുള്ളൂ. അപ്പം ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നോ അവിടുത്തെ ലൈസൻസ് എടുക്കണം. അപ്പം ഞാൻ ടെക്സസിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ടെക്സസിൽ ലൈസൻസ് എടുത്തു. പിന്നെ ഞങ്ങൾക്കും DEA
എടുക്കണം, അതായത് കൺട്രോൾ സബ്സ്റ്റൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ലൈസൻസ് എടുക്കണം, പിന്നെ NBA നമ്പറും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ടെക്സസിൽ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? നമുക്കൊരു സൂപ്പർവൈസിങ് ഫിസിഷ്യൻ ഉണ്ടാകണം. അത് ഓരോ സ്റ്റേറ്റിനും ഓരോ ലോയാണ്. അമേരിക്കയിലെ മജോറിറ്റി സ്റ്റേറ്റ്സിലും സൂപ്പർവൈസിങ് ഫിസിഷ്യൻ വേണ്ട. പക്ഷേ ടെക്സസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും സൂപ്പർവൈസിങ് ഫിസിഷ്യൻ വേണം. സൂപ്പർവൈസറി ഫിസിഷ്യൻ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വേണമെന്നുണ്ടോ? ഇല്ല. നമ്മളൊരു റീച്ചബിൾ എന്നേ ഉള്ളൂ. ഫോണിൽ വിളിച്ചാലും മതി. സോ ദേ ഷുഡ് ബി റീച്ചബിൾ ഇഫ് യു ഹാവ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണ് ടെക്സസിൽ നമ്മൾക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൺട്രോൾ സബ്സ്റ്റൻസ് ടു പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള, അതായത് ADHD മെഡിക്കേഷൻ, ഹൈഡ്രോകോഡോൺ അങ്ങനെയുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അതോറിറ്റിയും ടെക്സസിലില്ല. പക്ഷേ മറ്റ് പല സ്റ്റേറ്റിലും അതുണ്ട്. പക്ഷേ ടെക്സസിൽ നേഴ്സ് പ്രാക്ടീഷണറിന് സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങാം. നമുക്ക് ക്ലിനിക്ക് തുടങ്ങാം, പക്ഷേ നമ്മളൊരു സൂപ്പർവൈസറി ഫിസിഷ്യൻ നമുക്ക് അവൈലബിൾ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ടെക്സസിലെ നിയമങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുവിധം നേഴ്സ് പ്രാക്ടീഷണറിനെ പറ്റി കവർ ചെയ്ത്, പിന്നെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അതും കോളേജിനെ അനുസരിച്ചിരിക്കും അല്ലേ? പ്രൈവറ്റിൽ സിജിമോൾക്ക് പഠിച്ചപ്പം എത്രയായിരുന്നു ഏകദേശം? എനിക്കറിഞ്ഞുകൂടാ, എന്നാലും ഒത്തിരി എക്സ്പെൻസ് ഒന്നും ആയില്ല. പിന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതിൻ്റെ കാര്യം, ഞാൻ പഠിച്ച ഹോസ്പിറ്റൽ സിസ്റ്റം അവർ റീഇംബേഴ്സ് ചെയ്തു എൻ്റെ മണി. ട്യൂഷൻ റീഇംബേഴ്സ്മെൻറ്റ് നല്ല പ്രോഗ്രാമായിരുന്നു ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് ഒത്തിരി ഒന്നും ഉണ്ടായില്ല. പിന്നെ ബുക്സിനും ബാക്കി ഉള്ള എക്സ്പെൻസസും ഒക്കെ കൂടുതലും ഉണ്ടായത്. ഇൻസ്ട്രുമെൻസും പിന്നെ ചില ക്ലിനിക്കൽസിന് വേറെ ഇൻസ്ട്രുമെൻസ് ഒക്കെ വാങ്ങേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസ് ആയിരുന്നു കൂടുതൽ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് ഞാൻ 4 years എടുത്തത് കൊണ്ട് തന്നെ ഓരോ വർഷത്തേക്കാണ് അവർ റീഇംബേഴ്സ്മെൻറ്റ് തരുന്നത്. സോ യു ക്യാൻ യൂസ് ദാറ്റ് മണി വാട്ട് എവർ യു ഹാവ് ദാറ്റ് ഇയർ ടു പേ ഫോർ യുവർ ട്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി എക്സ്പെൻസ് ഒന്നും ഉണ്ടായില്ല. 4 വർഷം കൊണ്ടാണ് പഠിച്ചു തീർത്തത്. പിന്നെ പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ലായിരുന്നു. ഞാൻ പഠിച്ച സ്ഥലത്ത് ഫുൾ പൈസ തരുന്നതായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തു, എല്ലാം ഓക്കെ ആയി, സെലക്ഷനായി, ഫുൾ പൈസ തരുവാൻ, ഈവൻ കമ്പ്യൂട്ടർ, യൂണിഫോം, ബുക്സ് എല്ലാം ഫുൾ അവർ തരുന്നതായിരുന്നു. പക്ഷേ എൻ്റെ കഷ്ടകാലം കൊണ്ട് ആ വർഷം അവർക്കത് തരാൻ പറ്റത്തില്ല. അവരുടെ ഫണ്ടില്ല. അപ്പോൾ ഫണ്ടില്ല, എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു 1 വർഷം. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് തുടങ്ങണം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഹോൾഡ് ചെയ്താൽ പിന്നെ ഞാനത് ചെയ്യുമെന്ന്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും പഠിക്കാൻ തീരുമാനിച്ച് പഠിക്കണം. അപ്പം ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. എനിക്ക് ഏകദേശം 60,000 ആയിരുന്നു. ഞാൻ എൻ്റെ വീട് റീഫൈനാൻസ് ചെയ്ത് ലോൺ എടുത്താണ് ഞാൻ പഠിച്ചത്. പക്ഷേ എന്നിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്നിട്ടും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. നമ്മൾക്ക് ആ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇപ്പം നേഴ്സ് പ്രാക്ടീഷണറിൻ്റെ സാലറിയെ പറ്റി പറയുമ്പം അതും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെയും നമ്മുടെ പ്രാക്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും നല്ലത്, ഒരു നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി 2 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നേഴ്സ് പ്രാക്ടീഷണർ ആവുകയാണെങ്കിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഡബിൾ ട്രിപ്പിൾ മണി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളെപ്പോലെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അത്രയും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പം നോക്കുന്നത് ഒരു നല്ല 8 to 5 ജോലി, പിന്നെ ഞങ്ങൾ ഇത്രയും പഠിച്ച് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുള്ള, ഞങ്ങളിൽ പലർക്കും ഡോക്ടറാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നവരാണ്, അത് സാധിച്ചില്ല. മറ്റു പലതും പിന്നെ കഴിവുള്ളവരാണ്. പലരും ഞങ്ങളുടെ കഴിവുകൾ ഏത് റൈറ്റ് സ്പോട്ടിൽ ഇടാൻ പറ്റും. പിന്നെ ബെഡ് സൈഡ് നേഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി മെൻ്റലി എന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ ഫിസിക്കൽ ബോഡി നമ്മുടെ ഓൾഡ് ആവുകയാണ്. കഴിവുള്ളവർ മുമ്പോട്ട് പോയി പഠിക്കണം, നമ്മുടെ കരിയർ അഡ്വാൻസ് ചെയ്യണം. കാരണം നമ്മൾ ഒന്നും അറിയാത്ത ഒരാൾ നമ്മുടെ മുകളിലോട്ട് ഭരിക്കാൻ വരുന്നതിനും താഴെ നിന്ന് തന്നെ നേഴ്സായി ബെഡ് സൈഡിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് ഉയർന്നുയർന്ന് വരുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നിടത്തെ അത്രയും, ഇപ്പം സിജിമോൾ പറഞ്ഞ പോലെ NB പ്രോഗ്രാം, ഡയറക്റ്റ് പ്രോഗ്രാം ഉണ്ട്. പക്ഷേ എനിക്കതിൽ നന്നായിട്ട് തോന്നുന്നത് നേഴ്സായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയർന്നു വന്നാൽ, അതായത് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പം ആം ഐ എ നേഴ്സ്? യെസ്. ആൻഡ് ഡോക്ടറാണോ? അല്ല. കാരണം ഞങ്ങളുടെ നേഴ്സിൻ്റെയും ഡോക്ടറുടെയും അതായത് സ്കൂളിങ് ഡിഫറെൻറ്റ് വേയിലാണ്. പിന്നെ PA ആണോ? ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആണോ? അല്ല. പക്ഷേ ജോബ് റെസ്പോൺസിബിലിറ്റീസ് സെയിം ആണ്. നമ്മളെ PAനെയും നേഴ്സ് പ്രാക്ടീഷണറെയും പറയുന്നത് അഡ്വാൻസ് പ്രാക്ടീസ് പ്രൊവൈഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ നേഴ്സിനെ പറ്റി ഞാനിത് പറയാൻ കാരണം, എൻ്റെ ക്ലിനിക്കിൽ
എൻ്റെ പേഷ്യൻ്റെ ബ്ലഡ് പ്രഷർ എടുക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. കാരണം എനിക്ക് തന്നെ എടുക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ പേഷ്യൻ്റ് എൻ്റെ ക്ലിനിക്കിൽ വരുമ്പോൾ ഒന്ന് വീഴാൻ തുടങ്ങുമ്പോൾ ഓടിപ്പോയി പിടിക്കും അല്ലേ. കാരണം നമ്മുടെ ഉള്ളിൽ ആ നേഴ്സാണ്. ആ വീൽ ചെയർ ഒന്നും ഉന്തിക്കൊണ്ട് പോകുന്നതിന് ഒരു മടിയുമില്ല. കാരണം അതുപോലെ പേഷ്യൻ്റ് എന്താവശ്യം വന്നാലും അറ്റ് യുവർ സർവീസ്, അതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പം നേഴ്സ് പ്രാക്ടീഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിടത്തോളം ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവരും അമേരിക്കയിൽ ഒരു ഡ്രീമുമായിട്ട് വന്നതാണ്. ഫൈനാൻഷ്യലിനേക്കാളും കൂടുതലായിട്ട് കരിയർ അഡ്വാൻസ്മെൻറ്റിന് വന്നതും പല പല ഡ്രീമുകൾ ഉണ്ടായിരുന്നത് അത് ഫുൾഫില്ല് ചെയ്യാൻ വന്നവരുമാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം, റൈറ്റ് ടൈമിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞങ്ങളെല്ലാവരും അത് ഉപയോഗിച്ച്. അപ്പോൾ നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പം, കാരണം സിജിമോളെ പറ്റിയൊക്കെ പറയുമ്പോൾ സിജിമോളൊക്കെ എന്നെക്കാളും മുമ്പേ തുടങ്ങിയതാണ്. ഞാൻ 2020 ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പേ അപ്പം അന്നൊക്കെ ഞാൻ വളരെ റെസ്പെക്റ്റോടെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് സിജിമോളൊക്കെ. ഇവൾ പഠിച്ചിനി അതുപോലെ എനിക്കാകാൻ പറ്റുമോ ഒരു സംശയമായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഹീലിംഗ് ഹാൻഡ്സ് ആൻഡ് കെയറിങ് ഹാർട്ട് അതായിരിക്കണം ഒരു നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പം നമ്മളെല്ലാവരും നമ്മുടെ ബ്രെയിൻ, എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട്, അത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് കെയറിങ് ഹാർട്ട്സ് ആയിരിക്കണം, ഹീലിംഗ് ഹാൻഡ്സും ആയിരിക്കണം. കെയറിങ് ഹാർട്ട്സ് ആൻഡ് ഹീലിംഗ് ഹാൻഡ്സ്, അതാണ് ഒരു നേഴ്സ് പ്രാക്ടീഷണർ. എനിക്കൊരു കാര്യം കൂടെ എൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ബേസിക്കലി നേഴ്സും നേഴ്സ് പ്രാക്ടീഷണറും തമ്മിലുള്ള ഡിഫറൻസ്, ഒരു പ്രൊവൈഡറും ഒരു നേഴ്സും തമ്മിലുള്ള ഡിഫറൻസാണ്. നേഴ്സിംഗ് ജോബ് നമ്മൾ ക്ലോക്ക് ഇൻ ചെയ്തു, ക്ലോക്ക് ഔട്ട് ചെയ്തു, അപ്പോൾ നമ്മുടെ അന്നത്തെ ജോലി തീർന്നു. പക്ഷേ നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊവൈഡറാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. സോ യു സ്റ്റിൽ ക്യാരി ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ആ പേഷ്യന് ലാബിൽ വ്യത്യാസമുണ്ടോ, എക്സ്റേയിൽ വ്യത്യാസമുണ്ടോ, ഇമേജിങ്ങിൽ വ്യത്യാസമുണ്ടോ, മെഡിസിൻ ഫലിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ലെവലിലേക്ക് വരാം. അപ്പോഴും നമ്മൾ അടുത്ത മെസ്സേജ് എടുത്ത് അല്ലെങ്കിൽ അടുത്ത മെസ്സേജിന് റെസ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റിംഗ് ഓർഡർ ചെയ്ത് വീണ്ടും ആ പേഷ്യനെ കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് until they feel better. So that responsibility never ends. It's a continuum of care. അതെ, വീട്ടിലെത്തിയാലും അയ്യോ ഞാൻ ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, ഇത് ആ രോഗിക്ക് പ്രയോജനമാകുന്നുണ്ടോ ഇല്ലയോ, ആ ഒരു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ജോബ് അവിടെ എൻഡ് ചെയ്യുന്നില്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഇറ്റ് ഈസ് എ വെരി വെരി റെസ്പോൺസിബിൾ ജോബ്. അതാണ് ഒരു ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് മച്ച് ഹയർ. ശരിയാണ്, വളരെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. എനിവേ, ഞങ്ങൾ ഒരുവിധമൊക്കെ അല്ലേ നേഴ്സ് പ്രാക്ടീഷണറെ പറ്റിയും നമ്മൾ ഫൈനാൻസ് ആണെങ്കിലും ഒരുവിധമൊക്കെ കവർ ചെയ്തു. അഥവാ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ 2020 ഗ്രാജുവേറ്റ് ചെയ്താണ്, സിജിമോള് 2017 ഗ്രാജുവേറ്റ് ചെയ്താണ്. ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിന് ശേഷം കംപ്ലീറ്റ് ഓൺലൈൻ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ പല പല മാറ്റങ്ങളുണ്ട്. അപ്പം ഇപ്പം ഞാനിതിപ്പം എൻ്റെ അറിവ് വെച്ച് ഞങ്ങളുടെ അറിവ് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത്, അഥവാ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ. കഴിവതും അറിയാവുന്നതാണെങ്കിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് ആൻസർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. സിജിമോള്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജയ. താങ്ക് യു.